ഭീകരവാദം വീണ്ടും തലപൊക്കുന്നതിനെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പരിസ്ഥിതിയുടെ സുരക്ഷയെക്കുറിച്ച് പൗരന്മാർ കൂടുതൽ ബോധവാന്മാരായിരിക്കണമെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. തങ്ങളുടെ പ്രസക്തി തെളിയിക്കാനുള്ള തീവ്രവാദികളുടെ അവസാന ശ്രമങ്ങളെ ശക്തിയായി തന്നെ, അതായത് വളരെയധികം ശക്തമായി തന്നെ പരാജയപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്ത് ഭീകരവാദം ഇല്ലാതാക്കാൻ നമ്മുടെ പരിസ്ഥിതിയുടെ സുരക്ഷയെക്കുറിച്ച് നമ്മളെല്ലാവരും വളരെയധികം ബോധവാന്മാരായിരിക്കണമെന്നാണ് ചെങ്കോട്ടയിലെ ഈ ഒരു ദാരുണമായ ബോംബ് സ്ഫോടനം നമ്മെ കാണിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. തീവ്രവാദം വീണ്ടും തലപൊക്കുന്നതിനെ കുറിച്ചും നാം വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ തീവ്രവാദികൾ തങ്ങളുടെ പ്രസക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന അവസാന ശ്രമങ്ങളാണ് ഇതെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ കുറ്റവാളിയെയും വേട്ടയാടാൻ സുരക്ഷാ ഏജൻസികൾക്ക് കേന്ദ്രമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ ഏജൻസികളുടെ പൂർണ്ണ കോപം നേരിടേണ്ടി വരും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 140 കോടി ഇന്ത്യക്കാരനെന്ന നിലയിൽ, പൗരന്മാരെന്ന നിലയിൽ അത്തരം കഥാപാത്രങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വത്തോടെയും എന്നാൽ അത് ഉറച്ചതുമായ ഒരു ഉത്തരവാദിത്വം അത് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രശ്നങ്ങളിൽ ചിലത് പരിഹരിക്കുന്നതിന് എല്ലാ ഡോക്ടർമാരുടെയും മെഡിക്കൽ പ്രൊഫഷണലിന്റെയും സംഭാവന അത് എടുത്തു കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ അടിവരയിട്ട് പറയാൻ സാധിക്കുന്നത്. ഇന്നലെ പോലും പരിക്കേറ്റവരെ അവിടെ മാറ്റിയ ആ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ അല്ലെങ്കിൽ അവർക്ക് പരിചരണം നൽകിയിരിക്കുന്ന ഡോക്ടർമാരെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. നിങ്ങൾ നിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രഥമ ശുശ്രൂഷ, തീവ്രപരിചരണ സേവനം രാജ്യത്തിനും നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനം നൽകുന്ന ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ലാൽകിൻ മെട്രോ സ്റ്റേഷന് സമീപമാണ് സ്ഫോടനം നടന്നത്. ഹുണ്ടായി i20 കാറിന്റെ 11 മണിക്ക് അവിടെ റൂട്ട് മാപ്പ് ഡൽഹി പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൽ കാർ ഫാരിദാബാദിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് 11 മണിക്കൂർ മുൻപ് പുറപ്പെട്ടതായും യാത്രക്കിടെ നിരവധി സ്ഥലങ്ങളിലൂടെ കടന്നുപോയതായും കണ്ടെത്താൻ സാധിക്കുകയാണ് ഉണ്ടായത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകളും അത് വിശകലനം ചെയ്ത് ഒത്തുനോക്കുവാനും സ്ഫോടനത്തെക്കുറിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് അത് ഉടൻ തന്നെ നൽകുവാനും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയോട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി കേസിന്റെ അന്വേഷണം ഡൽഹി പോലീസിൽ നിന്ന് NIAക്ക് ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് എത്രയും വേഗം തന്നെ സമർപ്പിക്കാൻ ഭീകരവിരുദ്ധ ഏജൻസികളോട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഫോടന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ, കത്തി നശിച്ച വാഹനത്തിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ, അവശിഷ്ടങ്ങൾ എന്നിവ സുരക്ഷിതമായി തന്നെ അത് സസൂക്ഷ്മം തന്നെ പരിശോധിച്ച് ഒത്തുനോക്കാൻ അദ്ദേഹം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിനും ആക്രമണത്തിന് പിന്നാലെ തന്നെ ആളുകളെ തിരിച്ചറിയുന്നതിനും വേഗത്തിലുള്ള ഏകോപനവുമായി അന്വേഷണം ആവശ്യമാണ് എന്നതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഡൽഹി കാർ സ്ഫോടനത്തിൽ ഒരു ദിവസത്തിന് ശേഷം ചേർന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിലാണ് അദ്ദേഹം അധ്യക്ഷത വഹിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ ഒരു സംഭവത്തിൽ അന്വേഷണം NIAക്ക് കൈമാറാൻ തീരുമാനിച്ചതും. എത്രയും വേഗം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് ഭീകരവാദത്തിന്റെ യഥാർത്ഥ വേരുകൾ എവിടെയാണോ അവിടെ നിന്ന് തന്നെ അവരെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണമെന്ന വ്യക്തമായൊരു സന്ദേശം തന്നെ ഇപ്പോൾ കേന്ദ്ര വാണിജ്യ മന്ത്രിയായ പീയൂഷ് ഗോയൽ നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.